ഹായ് എവറി വൺ, ദിസ് ഇസ് എഗ് ഷക്ഷുക. നമ്മൾ 4 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 തക്കാളി, അത് നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വരും. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതോ ഏകദേശം ഇതുപോലെ ഇരിക്കും. നല്ല പോലെ മിക്സിയിലിട്ട് അടിക്കുക. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. എണ്ണ ഒഴിക്കുക, ഒരു കടായിൽ എണ്ണ ഒഴിക്കുക, സവാള അരിഞ്ഞതിടുക. ഇത് ഉപ്പാണ് കേട്ടോ, നല്ല വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ വഴട്ടിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം, ഈ ഒരു രീതിയിൽ. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതൊരു 2 സ്പൂൺ. എല്ലാം നമ്മുടെ അളവിന് ചേർക്കാം കേട്ടോ. ഞാനങ്ങനെ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. മുളക് പൊടി 2 സ്പൂൺ ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, പിന്നെ ഗരം മസാല. എല്ലാം എൻ്റെ ഒരു അപ്പം ഇടാൻ തോന്നുന്ന പോലെ ഞാൻ ഇട്ടതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ചധികം വെള്ളം ഒഴിക്കണേ. എന്നിട്ട് നല്ലപോലെ തിളച്ചിട്ട് അത് കുറച്ച് വറ്റി വരണം. അപ്പോൾ ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരും മുകളിലോട്ട്. ഇതൊന്ന് ഞാൻ തേങ്ങാപ്പാൽ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇതിൽ ഞാനൊരു ലൂക്കോം ബട്ടർ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒഴിക്കും. അപ്പോൾ ആ ഒരു കളറും ജസ്റ്റ് ചേഞ്ച് ആവും. അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം വരും. ഞാൻ എപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും അതിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ചെയ്യാറ്. മല്ലിയില ഇട്ടു. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പെൻഗ്വിൻ്റെ എഗ് ഹോൾഡറാണ്. ഇതിൽ 6 വെക്കാം. നല്ല ഭംഗിയിൽ ഒരു ക്യൂട്ട്നെസ് തോന്നി ഇപ്പോൾ വാങ്ങിച്ചതാണ്. 95 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കുകയും ചെയ്യും, വയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയല്ല ഇടുന്നത് കേട്ടോ, പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിൽ. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എഗ് ഷക്ഷുക 5 മുട്ടയാണ് ഞാനിപ്പോൾ ഇതിൽ ഇടുന്നത്. അതിൻ്റെ ആ ഒരു മഞ്ഞക്കുരു പൊട്ടാതെ ഇടണം കേട്ടോ. മഞ്ഞക്കുരു പൊട്ടിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡാവും. പൊട്ടാതെ ഇടണം, അതാണ് അതിൻ്റെ ഒരു ഇത്. നല്ലപോലെ സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചു. അപ്പോൾ അതൊരു മഞ്ഞക്കരുവൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട്. സോ നമ്മുടെ എഗ് ഷക്ഷുക റെഡി.